ഓൻ്റെ കനക ഏ എൻ്റെ ഈ പേടിയൊന്നും മാറ്റണം കേട്ടോ. എൻ്റെ ഈ പേടി കാരണം ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടറിയാം എനിക്ക്. കാര്യമെന്നോ കാണുന്ന പോസ്റ്റുകളൊക്കെ ഞാൻ ഒറ്റക്ക് വലിഞ്ഞു കയറുന്നുണ്ടോ. വലിഞ്ഞു കയറുന്നുണ്ട്. ജിമ്മിലൊക്കെ ഒന്ന് കയറി പഠിക്കണം കേട്ടോ. ഞാനതല്ല ആലോചിക്കണേ. എനിക്കെങ്ങാനും എന്തിനും കൈക്കും കാലം എന്തെങ്കിലും പറ്റിയിട്ട് 4 ദിവസം കിടന്നു പോയാ പട്ടിണി പോണ്ട്. കുന്നം വാങ്ങും ഒന്നും എടുക്ക്. പിന്നെ കൈ തൊടല കൂടുതൽ മാറ്റി. അയ്യാ കാലുകളൊന്ന് മാറ്റത്. എന്താ ഒന്ന് അങ്ങോട്ട് പിടിച്ചു പൊന്തിക്കാൻ അറിയില്ല എനിക്ക്. ഇവിടെ കൈകളാ കൈ പോയടാ. നോക്ക് കൈ നോക്കടാ. ഇത് പിടിക്ക്. സ്കൂട്ടർ പോടാ. സ്കൂട്ടർ പോവാ. കൈ അടക്കാൻ പറ്റില്ലടാ. നമുക്ക് സ്കൂട്ടർ പോവാ. കുഴപ്പമില്ല. കൈ തിരിക്കാൻ പറ്റില്ലടാ. ഇവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിക്കും. ഇവിടുന്ന് എടുന്നേരും കൈ അനക്കാൻ പറ്റില്ല. അതാണ് ചെറിയ എന്തെങ്കിലും ഇതായിട്ടുണ്ടാവും. വേഗം പോട്ടെ. ആ സാർ ഇല്ല കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ട്. അല്ല ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയായിരുന്നു. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പം ഞാൻ വിളിക്കാം സാർ. അതിൽ ചെറിയൊരു പൊട്ടലുണ്ട്. ആണോ? അയ്യോ നല്ല വേദന ആയിരിക്കുമല്ലേ? പിന്നെ വേദന കാണൂല്ലേ. പക്ഷെ അവൻ പറഞ്ഞതല്ല, ഈ വേദനയൊക്കെ സഹിക്കാം. പക്ഷെ അമ്മേനെയും ഭാര്യയുടെയും കൂടെ ഇനി ഒരു കുറച്ച് ദിവസം അവിടെ താമസിക്കേണ്ടി വരുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് പകല്. ആണോ? അപ്പൊ കുറച്ച് ദിവസം വീട്ടിലിരിക്കേണ്ടി വരുമോ? പിന്നല്ലേ കൈ പൊട്ടിയിരിക്കുകയല്ലേ. ഒരു 10 ദിവസം ലോസപ്പ് എടുത്താൽ ആലോചിക്കുക. ആര്? ഞാന്. അതിന് വീണത് ഫാസിലല്ലേ? പിന്നെ ഏണിൽ ആര് വരിഞ്ഞു കയറും? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരേ തസ്തികയിലുള്ളവരല്ലേ? എന്നിട്ട് ഏണി പിടിക്കാനും പോസ്റ്റലൊക്കെ വലിഞ്ഞു കയറാനും ഫാസില്. കൂട്ടത്തിലുള്ള ഉയരത്തിൽ പോണ നല്ല കാര്യമല്ലേ? അല്ലാതെ ഏട്ടന് പേടി ഉണ്ടായിട്ടല്ലേ? അല്ലേ? അപ്പൊ അറിയാം. അല്ല ഇങ്ങനെ ലീവ് എടുത്തിരിക്കുമ്പോ എത്ര രൂപ പോകും? 1000 രൂപ പോകും. 1000 രൂപയോ ഒരു ദിവസമോ? അയ്യോ അതിന് വേറെ ആരെങ്കിലും വെച്ചാ പോരെ? ഒരാളുണ്ട്, പക്ഷെ വലിഞ്ഞു കയറുമെന്ന് പറഞ്ഞൂടാ. ആരാ? വലിച്ചു നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ അല്ല പിന്നെ ആര് കയറും? പിന്നെ അങ്ങനെ വേറെ ആളെ കൊണ്ട് കയറ്റിക്കാൻ പറ്റൂല. KSEBക്ക് അതിന്റെ റൂളുണ്ട്. ലോകത്തുള്ള ആളുകളൊക്കെ വിളിച്ച് പോസ്റ്റിന് വിളി കയറ്റി എന്റെ പണി പോകുന്ന കാര്യം അത്. അതല്ലെന്ന് ഒരാൾ വീഴുമ്പോ അതിന് പകരം നിങ്ങളുടെ ഓഫീസിൽ ആരും ഇല്ലേ? ശിഷ്യന്മാരും ഇല്ലേ? ശിഷ്യന്മാർ ഞാൻ മുനിയാ. ശിഷ്യന്മാരെന്ന് അതല്ല ഏട്ടൻ പഠിപ്പിച്ച ആരെങ്കിലും. അങ്ങനെ ചെയ്യാൻ പറ്റൂല. ആളെ കിട്ടണ്ടേ? നീ വലിഞ്ഞു കയറുവോ? ഞാനല്ല, വേറെ ആരെങ്കിലും വെച്ചാ മതി. 1000 രൂപ പോണേല് നല്ലതല്ലേ ഒരാളെ വെക്കുന്നത്. അങ്ങനെയൊന്നും വെക്കാനൊന്നും പറ്റുന്നില്ല. അത് തന്നെ ആരെ കിട്ടാനാ? ഒന്ന് ആലോചിച്ച് നോക്കുക, ആരെങ്കിലും കിട്ടും. മേളിൽ കയറാൻ വയ്യാത്തണ്ട, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. മേളിൽ കയറാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാ. ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ പണിയില്ലാതിരിക്കുന്ന ഒരാളല്ലേ ഉള്ളു, നമ്മുടെ ക്ലീറ്റോ ചേട്ടൻ. എന്നിട്ട് എനിക്ക് പണി കിട്ടേ? അവൻ്റെ മേളിൽ പൊണ്ണത്തടി വെച്ച് എൻ്റെ മേളിൽ കയറിട്ട് താഴെ വീട്ട് പിന്നെ ഞാൻ അവനെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. പിന്നെ അവന് പാലും പഴം മേടിച്ചു കൊടുത്ത് നിൽക്കണം. ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. നാത്തൂന് ഒറ്റയ്ക്ക് തയ്ച്ചിട്ടല്ലേ ആ കുടുംബം നോക്കുന്നത്. എന്തെങ്കിലും കിട്ടി അവർക്ക് കിട്ടിട്ട് ഒരു 500 രൂപയെങ്കിലും കൊടുത്താൽ മതി. ഏട്ടനൊന്ന് സമ്മതിക്ക്. ക്ലീറ്റോ ചേട്ടൻ വരും, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. 500 രൂപയിൽ പോവുള്ളൂ, നമുക്ക് ബാക്കി പൈസ കിട്ടത്തില്ലേ? ഞാൻ സമ്മതിപ്പിക്കാം. അതൊക്കെ ഞാൻ പറയാം. മേളിൽ കയറാൻ പറഞ്ഞോ? മേളിലൊക്കെ കേറും, ഞാൻ പറഞ്ഞ കേറും. വിളിച്ചിട്ട് നാത്തൂനെ നാത്തൂനെ നാത്തൂനെ
ഇത് എന്തൊരു ഉറക്കമാ, വീട് മൊത്തം മലത്തി തുറന്നു വിട്ടിട്ട്. ഒന്ന് എഴുന്നേറ്റേ. ഞാൻ നിന്റെ ചുരിദാർ വെച്ചോണ്ട് ഉറങ്ങിപ്പോയി. ഇങ്ങനെ കിടന്നുറങ്ങിയാലേ ഈ വീടിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ കള്ളന്മാർ പെറുക്കിക്കൊണ്ട് പോകും. പിന്നെ കള്ളന്മാർക്ക് ഇതിന് ചട്ടിയും വിലപിടിപ്പുള്ള എന്ത് സാധനം ഉണ്ട് ഇവിടെ. അപ്പൊ ക്ലീറ്റോസേട്ടനോ? ക്ലീറ്റോസ് തന്നെ എന്തിനാ കള്ളന്മാർക്ക്? അതല്ല, ക്ലീറ്റോസേട്ടൻ എവിടെയെന്ന്. അവിടെ കണ്ടുണ്ട് ഉറങ്ങാൻ തോന്നണം. ഒന്ന് വിളിച്ചേ, ഒരു കാര്യം പറയാനാ. എന്തടി കാര്യം? ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒരു ജോലിക്കാര്യം പറയാനാ. ഇത് തയ്ച്ചു തരണ്ടേ നിനക്ക്? വൈകുന്നേരം ചുരിദാർ എവിടെ എന്ന് പറഞ്ഞ് വരരുത് എന്റെ അടുത്തോട്ട്. ചുരിദാറൊന്നും ഇപ്പൊ വേണ്ട. അതെ, ക്ലീറ്റോസേട്ടൻ ഒരു ജോലിക്കാര്യം പറയാനാ. ക്ലീറ്റോക്കോ? ആ, എന്ത് ജോലി? എവിടെ കേട്ടന്റെ ഇവിടെ KCB-ല്. ആ നോണ? ഞാൻ എന്തിനാ നോണ പറയുന്നത്? ശരിക്കും? ആ, ഒന്ന് വിളിച്ചേ. അയ്യോ ക്ലീറ്റോ, സത്യമാണല്ലേ? സത്യം. ക്ലീറ്റോ, ക്ലീറ്റോ ഒന്ന് എഴുന്നേറ്റേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങ് വന്നേ. എന്താ വന്നേ, നീ വന്നേ. ഇവിടെ ഇരിക്കി. ചേച്ചി പറ. നീ പറ. ആരെയും ഒരാൾ പറയണ്ട. മനുഷ്യൻ ഇത്തിരി ഒന്നും മയങ്ങി വന്നത് അപ്പോഴേക്ക് രണ്ടും കൂടെ ഒന്ന് വിളിച്ചോളത്തില്ല. എന്താ കാര്യം? എന്താ? അതെ, ആ, ക്ലീറ്റോസേട്ടന് ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. ആദ്യ കാര്യം പറ, എന്നിട്ട് സന്തോഷം ഉണ്ടാവണല്ലോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഫാസിലേ രാവിലെ സ്കൂട്ടറിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞേ. ആഹാ, അവന് വേണം, അവന് അത് തന്നെ വേണം. അവന് ഇതിൽ വേറെന്തോ വലുത് വരായിരുന്നാണ്. അത്ര അഹങ്കാരമാണ്. അയ്യോ അതല്ല, പിന്നെന്താന്ന്? അപ്പൊ കനകേട്ടന്റെ കൂടെ ജോലിക്ക് പോകാൻ ഇപ്പൊ ആരുമില്ല. അപ്പൊ ക്ലീറ്റോസേട്ടനെ വിളിക്കാൻ വേണ്ടിട്ട് വന്നതാ. ജോലിക്കാ? ആ, അയ്യോ, അവന്റെ ഡ്രൈവറെ പണിക്കായിരിക്കും. മറ്റോ സ്കൂട്ടറിൽ കയറ്റി ഇവിടെ കൊണ്ടിറങ്ങി ഇവിടുന്ന് വിളിച്ചോണ്ടാവും. ആ പണിക്ക് എന്നെ കിട്ടുമല്ലോ, എനിക്ക് സ്കൂട്ടറും ഇല്ല. ആ, ക്ലീറ്റോസേട്ടൻ സ്കൂട്ടർ ഒന്നും ഓടിക്കണ്ട, പിന്നെ പോസ്റ്റ് കയറിയാ മതി. തമാശ കളിക്കാ? എന്താ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇത് പറയാനാണ് മനുഷ്യൻ കുറേക്കളെ എന്നെ. നിനക്കെന്തേ കുഴപ്പം? ഓസ്റ്റിക്കാരൻ എന്താ എന്നെ പറ്റി വിചാരിച്ച നീ? എന്റെ ക്ലീറ്റോസേട്ടൻ, ഞാൻ കനകേട്ടന്റെ കാല് പിടിച്ചിട്ടാ ഈ ജോലി ഒന്നും എന്തിന്? നീ എന്തിനാ അവന്റെ കാല് പിടിക്കാൻ പോയാ? കൊള്ളാം, കളിക്കുന്നു. ക്ലീറ്റോനെ പോലെ ഒരാളാണ് പോസ്റ്റ് ജമന്തി. കൊച്ചേ, എനിക്ക് വെറുതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഷൂ എന്ന് വരച്ചു കൊടുത്താൽ ഒപ്പിട്ട് കൊടുത്താൽ കിട്ടുന്ന ജോലി വന്നിട്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് ആളാ. പിന്നെ എന്നെ പോസ്റ്റ് കയറ്റാൻ വന്നേക്കുന്നു. കഷ്ടമുണ്ട് ട്ടോ. ഞാൻ വിചാരിച്ച അവിടെ മറ്റേ ഓഫീസിലിരിക്കുന്ന എന്തെങ്കിലും ജോലി ആയിരിക്കുന്നു. കൊള്ളാം, പോസ്റ്റിക്കാരന്റെ പട്ടി വരും. അത് തന്നെയല്ലേ, അതിനാകുമ്പോ കുറച്ച് ബോധം കാണും. നിന്റെ അടുത്ത് മലയാളത്തിലല്ലേ പറഞ്ഞു, വേറെ ആരെങ്കിലും നോക്കാനായിട്ട്. അയ്യോ, എന്തുവാ കനക നീ പറയണത്? ക്ലീറ്റോനെ പോലെ ഒരാളെയാണ് പോസ്റ്റ് കേൾക്കാനൊക്കെ പറയണത്. എന്തറിഞ്ഞിട്ടാണ് നിനക്ക് വല്ല അവൻ എന്നെ കുറിച്ച് എന്തറിയാം? നിന്റെ മേളിൽ കയറി കളി. നീ പോയി 2 ഹാരം മേടിച്ചിട്ട് പാടി, കുറച്ച് പാലൂടെ തല്ലെടുത്ത് ഒഴിക്കും. പൂജ ചിലപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്യൂടെ. 10 പൈസ കാര്യം പറഞ്ഞപ്പോ പൈസ കിട്ടുന്ന എന്ത് പണിക്കും പോവാവോ? നീ എന്താ പറയുന്നത്? പിന്നെ ഈ യൂണിഫോം കേട്ടോണ്ട് മണ്ടക്കേറലല്ലേ എന്റെ ക്ലീറ്റോന്റെ പണി. വേറെ ആളെ നോക്ക്. എടി ഞാൻ എന്താ പറഞ്ഞു മനസ്സിലാക്കി? നീ ഒന്നും പറയണ്ട. ഇങ്ങനെയുള്ള ഈ പോസ്റ്റ് കയറിലൊന്നും ക്ലീറ്റോനെ വിടാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ കയറുന്നാടി? നിനക്ക് കയറാൻ നിനക്ക് ശീലായി. നിന്നെ ഫാസിലിനൊക്കെ പോലെയാണോ ക്ലീറ്റോ? എടി 10 പൈസ കിട്ടുന്നൊരു കാര്യമാണ്. ഫാസിലില്ല. ആ ദിവസം ഞാൻ ലീവ് എടുത്തിരിക്കാന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് പോസ്റ്റ് കയറാൻ പേടിയാണ്. അപ്പൊ ഞാൻ ലീവ് എടുത്തിരിക്കുന്നത് അവളെ പറഞ്ഞത് നമ്മുടെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ സൗകര്യമായിരിക്കുമല്ലോ. നീ വേറെ ആരെങ്കിലും അന്വേഷിക്കാതായിരിക്കും നല്ലത്. പൈസ കൊടുക്കൂടി, ഡെയിലി പൈസ കിട്ടുന്ന കാര്യമല്ലേ ഇത്? എന്റെ നാത്തൂന് ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കല്ലേ. എന്ത് ബോധം? എന്ത് പൈസ കിട്ടാൻ? ദിവസം 500 രൂപ വെച്ച് കിട്ടും. അപ്പൊ 10 ദിവസം ആകുമ്പോ 5000 രൂപ ആവത്തില്ലേ? നാത്തൂന് എത്ര പ്രാവശ്യം മെഷീനിൽ ചവിട്ടിയാലാണ്, എത്ര ബ്ലൗസ് വെച്ചാലും 5000 രൂപ. അല്ല നിക്ക് 500 രൂപ നീ പറഞ്ഞില്ലല്ലോ. 500 രൂപ വെച്ച് 10 ദിവസം അല്ലേ? കണക്കൂടെ 5000 രൂപ. ഈ 5000 രൂപയെ ഒരുമിച്ച് തരുമോ? ഒരുമിച്ച് തരും, പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാൽ 10 തരുള്ളൂ. മതി, ഞാൻ ക്ലീറ്റോനോട് സംസാരിക്കട്ടെ. ക്ലീറ്റോ, അതെ ഇതെന്താ സംഗതി എന്നറിയാം? കാര്യം പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് അതെന്താന്നറിയാമോ? അവനെ സംബന്ധിച്ച് അവന് ലോകത്ത് ആരും വിശ്വാസവും ഇല്ല. അതുകൊണ്ട് ക്ലീറ്റോ ആണെങ്കിൽ അവന് ധൈര്യമുണ്ട്. ക്ലീറ്റോന് വിശ്വാസം. പോസ്റ്റിലൊക്കെ കയറേണ്ടതല്ലേ ക്ലീറ്റോ? പുറത്ത് ഒരാളാകുമ്പോഴത്തേനും ഏത്? അല്ല, അത് ഇപ്പൊ പറഞ്ഞത് മര്യാദയുടെ ഭാഷ. ഒരു കാര്യം വന്ന് പറയുമ്പോ അത് അവതരിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. എനിക്ക് ഈ ആജ്ഞാപിക്കുന്നത് ഇഷ്ടമല്ല. അപേക്ഷിച്ചാൽ ഞാൻ അതിനിപ്പോ സഹകരിക്കും കേട്ടോ. ആ, പിന്നെ നിന്റെ കൂടെ ഞാൻ വരാം. 1000 രൂപ ദിവസം ഞാൻ തന്നേരെ.
എന്നെ സഹായിക്കില്ലേ? 1000 രൂപയെ അല്ലാണ്ട് 500 പറഞ്ഞു. 500. ആ 500 രൂപയേ ഉള്ളൂ. 500 കൊടുവേ. ആ 500 ഗുണമേ ഉള്ളൂ. 500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്താൽ മതി. അത് ആലോചിക്കണേ. 500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നോക്ക്. ശരി ശരി, ഇനിയിപ്പോൾ എന്നെ അവന് വേറെ ആരും വിശ്വാസമില്ലാത്തതുകൊണ്ട് 500 രൂപയ്ക്ക് ഞാനൊരു കൈത്താങ്ങ്, അത്രേ ഉള്ളൂ. എവിടെ? പോസ്റ്റിലാ? ഹോസ്റ്റലല്ലേ, ഏണിയിൽ. പക്ഷെ അതും എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. ഞാനേ ഒന്നുകൂടെ ആലോചിച്ചാൽ എന്താണ് എന്താണ് അപ്പൊ ഏട്ടന് പോസ്റ്റ് കയറാൻ പേടിയില്ലേ? പേടിയുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അല്ല പിന്നെ ലീവ് എടുത്ത് വീട്ടിലിരിക്കണം. അതിന് സമ്മതിക്കുന്നില്ലല്ലോ. അത് വേണ്ട. അതുപോലെ അവന് പോസ്റ്റിൽ അങ്ങനെ കയറാൻ പറ്റില്ലടി. അങ്ങനെ നിയമവിരുദ്ധമാണ് അതൊക്കെ. പിന്നെ താഴെ ഒരാൾ പിടിച്ചു തരാം, എനിക്ക് പേടിയുള്ളതുണ്ട്. അത് തന്നെ കണ്ട ആളുകൾ പരാതിയാവും. അവനാകുമ്പോൾ കുഴപ്പമില്ല. നടക്കൂടെ ഡേ? എന്തോ അത് കല്യാണമല്ലേ അത്? അത് ക്ലീറ്റോ ഒരു അവസാനം സമ്മതിച്ചു നിന്നെ സഹായിക്കാൻ വേണ്ടിട്ട്. വേറൊന്നുമില്ല. സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആണല്ലേ? ആണടി? അപ്പൊ പൈസ ഉണ്ടല്ലോ. അപ്പൊ പൈസ ഉണ്ട്. എന്നെ സഹായിക്കാനല്ലോ. പൈസ ഉണ്ടല്ലേ? പള്ളി വേറെ പള്ളിക്കൂടം വേറെ. ജോലി ചെയ്താൽ കൂലി തരണം. ആ താഴെ തന്നെ ഒരു സേവനം, അത്രേ ഉള്ളൂ. ഒന്നിൻ്റെ ഭാഗ്യമാണ്. ആ പിന്നെ ഒരു കാര്യം, ഈ മാരത്തെ ഈ കാറ്റിട്ടുണ്ടെന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ എൻ്റെ വേഷത്തിലേ വരുള്ളൂ. ഇതുടനെ കുറച്ച് പാടുണ്ട്. ഓ പാടുണ്ട്. എനിക്കറിയാം, ഭയങ്കര പാടാ. ശരി, ഇപ്പൊ സമ്മതിച്ചല്ലേ? ഓ അടങ്ങുന്നില്ലടേ, അവിടെ പിടിച്ചോണ്ട് അടങ്ങി. കുറെ നേരം ആയല്ലേ ഇത് ചെയ്യണത്? നിനക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? എനിക്ക് തോന്നണം മറ്റേ ഫാസിലുണ്ടായതുകൊണ്ടാണ് എല്ലാ പണിയും ചെയ്തു പോണേന്ന്. നിനക്ക് വേണ്ട നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ അങ്ങോട്ട് അത് ചെയ്യും. ഇല്ല, CM-ൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടല്ലോ. എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം. വെള്ളമില്ലാത്ത സ്ഥലത്തോട്ടാ വാങ്ങിച്ചു തരാം. ഓക്കെ എന്നാ, ഓക്കെ. ഹലോ 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 ഇവിടെ താങ്കൾ CM ആയിട്ടാണ് സംസാരിച്ചത്. താങ്കൾക്ക് ഇപ്പം എന്താണ് പ്രശ്നം? താങ്കൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, താങ്കളുടെ പ്രശ്നം എന്താണ്? താങ്കൾ ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് അവിടെ നിൽപ്പുണ്ടല്ലോ. പിന്നെ താങ്കൾ ഞാൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, താങ്കളെ വളരെ സുരക്ഷിതമാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ഒരു കോൾ സംസാരിച്ചേ. താങ്കൾ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതനല്ല. പിന്നെ വേള നിൽക്കുന്നേ അവിടെ വളരെ ലെവലായിട്ടുള്ള സ്ഥലത്ത് ഏണി വളരെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അനങ്ങാതെ നിന്നത് പണി ചെയ്താൽ മതി. പണി ഞാൻ അറിഞ്ഞൂടാ അല്ലേ? അത് തന്നെ കുഴപ്പം. ശരി, അപ്പൊ വേണ്ട. എന്ത്? ഞാൻ ഇവിടെ കൂലിയില്ല. എന്താ കൂലി ഉണ്ടല്ലോ? ഭർത്താവിനാണ് എന്തെങ്കിലും അങ്ങോട്ട് വാ പറഞ്ഞാൽ ഉടനെ തുടങ്ങി കൂലി അങ്ങോട്ട് പണി. രാവിലെ പറഞ്ഞല്ലോ എന്തോന്ന് പള്ളി വരെ പള്ളിക്കൂടം വരെ. അത് വേറെ തന്നെ. പൈസ തരാൻ സമയത്ത് അതൊന്നുമില്ല. അത് കറക്റ്റാണ്. ജോലി ചെയ്താൽ കൂലി കാണാം. പിടിച്ചേ. ബൂർഷ മുതലാളികൾ സംസാരിക്കും. അതെ, ഞാൻ ഏണി പിടിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പിടിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ അഡീഷണൽ തരേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണത്? അതിന് ചുറ്റ് തറച്ചക്കര ഉണ്ടാക്കണ. അതെ, ഞാൻ ചുറ്റിക്കോളാം കേട്ടോ. വലുതായിട്ട് ചുറ്റ്. ഇയാളെന്നെ ചുറ്റിക്കാൻ നോക്കല്ലേ. നന്നായിട്ട് ചുറ്റ്. നമ്മൾ കുറേ ചുറ്റിയതാ. അല്ല, ചുറ്റി കയ്യിൽ വെച്ചിരുന്നാ മതി. അയ്യോ, അത് എടുത്തല്ലേ? 500 വരുന്നല്ലേ? എടുത്തോ. ഓ അതെ, ഞാൻ ഒരുപാട് രാഷ്ട്രീയത്തിൽ കുതുകാൽവട്ടം കസേര വലിച്ചിടലൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളാണ്. ഇതൊരു ശീലമാക്കണ്ട കേട്ടോ. ഇനി കയ്യിൽ സൂക്ഷിച്ചോണം. ശരി, പിടിച്ചോ. പിടിച്ചോ. 2 കണ്ട് പിടികളെ മേലോട്ട് കയറാൻ പോവാ. എന്റെ 2 കൈ ഉണ്ട്. ആ കയ്യിലത്ത് കുരുവാ. പിടിക്ക്. പിന്നെ ഇതാര് പിടിക്കും? പിടിച്ചോ. എന്താണ് ഭാര്യയും ഭർത്താവും കൂടി സന്ധ്യാനേരത്തൊരു വർത്താനം? ചായ കുടിക്കുന്ന ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട് 2-3 ദിവസമായിട്ട്. നീ ആരോളാ? ഞാനാ? എനിക്കെങ്ങനെ അറിയാം? ആണോ? ക്ലീറ്റോന് ഭയങ്കര ക്ഷീണം കേട്ടോ. ഒന്നിനും വയ്യ. അതിന് കിടന്ന കിടപ്പാ. എന്ത് ശരീരം വേദനയുടെ. നീ എന്ത് കട്ടിപ്പണിയാ ചെയ്യിക്കണ മനുഷ്യനെ കൊണ്ട്?
അളിയെ പിന്നെ നല്ല ഇതല്ലേ ഒന്ന് തറ ഇരിക്കില്ലടി എപ്പോഴും അങ്ങോട്ട് പണി തന്നെ. ഇതാണേ അതന്നെ ഇപ്പൊ എന്നോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. നിനക്കൊന്ന് പറയാൻ പാടില്ലടാ കനക, ഇങ്ങനെ ജോലി ചെയ്യല്ലേന്ന്. ഞാൻ പറഞ്ഞ കേക്കണ്ടേ അളിയെ? അളിയനാണെങ്കിൽ പോസ്റ്റ് കണ്ടാ ഉടനെ ചാടി മേളിൽ കയറി കളുക, ഏണി കൊണ്ട് നടക്കുക, ഫീസ് ആവാത്ത ഫീസൂടെ ഊരി നോക്കി കെട്ടിയിടുക. കറണ്ട് വീടുകളിൽ വിളിച്ചു പോയി, കറണ്ട് ഉണ്ടോ, കറണ്ടില്ലേ വന്ന് കെട്ടിത്തരാം. ഭയങ്കരത്. പിന്നെ ഇതാണ് ഈ ക്ലീറ്റോ രക്ഷപ്പെടാത്ത. അത് സത്യം. വന്നേ എന്ത് നിന്നവിടെ പശ തേച്ച് ഒട്ടിച്ച് വെച്ചേക്കണം. ഇങ്ങോട്ട് വാടാ. കാന്ത അവളിൽ കാന്ത ഇരിപ്പുണ്ട്, അവിടെ ഞാൻ അങ്ങോട്ട് അങ്ങ് പോകും. ഈ ഗ്യാസിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് ചായച്ചുണ്ട്. അതല്ല, അടുക്കളയിലെ ഗ്യാസ് തീരാറായി. വെക്കണം. കൈകൾ ശൂന്യമാണ്. ഈ കൈകളും ശൂന്യമാണ്. കാടാ എന്തോന്നടി ഒരുപാട് കിടന്ന് ഉരുളല്ലേ. ക്ലീറ്റ പണിയെടുത്ത് 1500 രൂപ തരാം. എന്റെ നാത്തൂനെ അതെല്ലാം കൂടെ ഒന്നിച്ച് തരാന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. നിന്നോട് ഇപ്പൊ ആരോ അഭിപ്രായം ചോദിച്ചത്? ഞാനും എന്റെ ആങ്ങളെ സംസാരിക്കേണ്ടത് നിനക്കെന്താ കാര്യം? ഈ ആങ്ങളയുടെ കാല് പിടിച്ചിട്ടാ ക്ലീറ്റോസറിനെ പണിക്കെടുത്തത്. നിന്നോട് ഞാൻ പറഞ്ഞോ ആങ്ങളയുടെ കാല് പിടിക്കാൻ? അല്ലെങ്കിൽ എന്റെ ചെറുക്കൻ എനിക്ക് ആവശ്യമുള്ളത് ചെയ്തു തരും. എടി എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല. പിന്നെ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. എന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തോന്ന് എന്റെ പൈസ ഇല്ലെന്ന്? ഇങ്ങനെ നീ ഒരുമാതിരി മുട്ടായിക്ക് വർത്താനം പറയുകയാണെങ്കിൽ നാളെ ഒരു ക്ലീറ്റോ പണിക്ക് വരണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും പറഞ്ഞ ഉടനെ അങ്ങ് കളഞ്ഞേക്കുക. ഇത് തന്നെ ഞങ്ങളുടെ അച്ഛന്റെ സ്വഭാവം. പെട്ടെന്ന് മുറി കണ്ടു, പക്ഷെ വേഗം മറന്നു പോകും. അന്നൊരു കാര്യം ചെയ്യും, പൈസ ഇല്ലല്ലോ നിന്റെ അടുത്ത്. അപ്പോ നീ ഇപ്പൊ ഒരു 1500 രൂപ കടം. അത് വേണ്ട, 1500 ഇപ്പൊ കടം. മറ്റന്നിട്ട് എനിക്ക് മറ്റേ പൈസ തരുമല്ലോ 5000 രൂപ 10 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ 3500 തന്നാ മതി. ഇത് കിഴിച്ചിട്ട് തന്നാ മതി. അങ്ങനെ മതിയല്ലേ? എന്തോ അമ്മ അമ്മാവനും അവിടെ അല്ലേ? നാത്തൂന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇല്ലാത്ത അമ്മമാരൊക്കെ വരും. പിന്നെ ഞങ്ങൾ 25 വണ്ടി സാധനമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പായ, കമ്പിളി, പുതപ്പ്, പിന്നെ നൈറ്റി, അത് ഇത്, പിന്നെ ബിസ്ക്കറ്റ് സംഭവങ്ങളെല്ലാം കൊടുത്തു വിട്ടു. ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ, എങ്ങനെ അവിടെ ചെന്ന് കാണുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റൂ. നാരായണൻ സാറോ, അവർ ഇപ്പം അടുത്ത ക്ലീനിങ് പരിപാടിയാണ്. ചെങ്ങന്നൂർ. അവിടെ കഴിഞ്ഞ് അവർ റാന്നിക്ക് പോകുന്നുണ്ട്. അവിടത്തേക്കാ കുട്ടനാടാ. വിട്ടുതരാം. പിടിച്ചോളിയാ. 25 വരെ മതിയാ? ഇറങ്ങാൻ പോവോ? കുഴപ്പമില്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞെങ്ങനെ? നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയല്ലേ. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷം. ഇപ്പം ഇങ്ങനെ ഒരു പ്രളയം വന്നപ്പോൾ നമ്മുടെ മാവേലി തമ്പുരാൻ പറഞ്ഞതൊക്കെ അങ്ങോട്ട് യാഥാർത്ഥ്യമായി. മാവേലി നാട് വാണ്ടെടുക്കാനും മനുഷ്യരെല്ലാവരും ഒന്നുമില്ല, എല്ലാവരും ഒന്നുപോലെ ഒരുമിച്ചേ പിടിച്ചാളയാ. നീ കൂട്ടായ്മ അങ്ങനെയൊക്കെ നിന്നാൽ മതി. തിരിച്ച് തരാമെന്ന് ഞാൻ പറയല്ലേ. ഇപ്പം ഉറപ്പായിട്ടും. പിന്നെന്താ അറിയാ നിന്നോട് പിടിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പോലെ ഫോൺ വന്ന്. എനിക്കൊരാഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കാൻ പോലെ നിസ്ക. എത്ര ലൈമന്മാരുണ്ട് ഒരു പണി എടുക്കാണ്ട് ശമ്പളം വാങ്ങി കുത്തിരിക്കണല്ലോ. അല്ല അനക്കാരെ ഇപ്പം ഈ ബുദ്ധി പറഞ്ഞു തന്നത്? അതിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം വിധിയല്ലേ. വിധി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചുമ്മാ ഇരുന്ന് എന്നെ ഓരോ ബുദ്ധി പറഞ്ഞു തന്നിട്ട് എന്റെ കാലൊടിച്ചപ്പോൾ സമാധാനമായല്ലോ. ഇതവൻ മനഃപൂർവ്വം ചെയ്താ. ക്ലീറ്റോ ചേട്ടൻ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യത്തില്ല. വെറുതെ ന്യായീകരിക്കാൻ പറ്റില്ല നീ. ക്ലീറ്റോ ചേട്ടാ ജയിലെന്ന് വന്നല്ലോ. തുടർന്ന വേദന ഉണ്ടോളിയാ?
നല്ല സുഖമുണ്ട്. ഒരു പണി എടുക്കുമ്പോൾ എനിക്ക് ഒന്ന് ശ്രദ്ധിച്ചോ. ഓൻ്റെ കാല് പൊട്ടിന് വെച്ച് ഇത്തിരി ആത്മാർത്ഥത കാണിച്ചാൽ. എന്റെ ക്ലീറ്റോ ചേട്ടാ ഒന്ന് ശ്രദ്ധിക്കായിരുന്നില്ലേ? ജമന്തി, ഞാൻ അളിയനെ നല്ലവണ്ണം ശ്രദ്ധിച്ചതാ. പക്ഷേ അളിയന് ഈ ഏണിയിൽ ചവിട്ടി ചവിട്ടി കയറുമ്പോൾ കാല് ബലം കൊടുക്കാതെയാണ് കയറണേ. അങ്ങനെ പറ്റിയതായത്. ആ, എൻ്റെ കുറ്റം. ഞാനാണല്ലോ, ഞാൻ കയറേണ്ട കുഴപ്പമാണല്ലോ. എടി അവൻ ഒരു നേരം പോലും മര്യാദയ്ക്ക് ആ എണി പിടിച്ചിട്ടില്ല. ഞാനൊന്നാ പേടിച്ച് പിടിച്ചാണ് മേളിൽ കയറുന്നത്. ഞാൻ ആ കയറി ഒരു മേളിൽ എത്തുന്ന സമയത്തേയും ഇവൻ കൈയെടുത്ത് ആരെങ്കിലും വരേണ്ട നാണം കാരണം കൈവിട്ട് മാറിക്കളയും. അങ്ങനെയല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൊതുപ്രവർത്തനല്ലേ. അപ്പം ആരെങ്കിലും അതിലേ പോകുമ്പോൾ കൈ കാണിക്കും. കൈ കാണിക്കാം, ഒരു കൈ കാണിക്കാം. ഒരു കൈ എണി പിടിച്ചിട്ട് മറു കൈ കൊണ്ട് കാണിക്കാം. അപ്പോൾ രണ്ട് കൈ മാറി പോണത്തിനാ? വേറെ ആൾ അപ്പുറ സൈഡിൽ കൂടെ പോകുമ്പോൾ ആളിനെയും കൈ കാണിക്കണ്ടേ? ഒന്ന് ട്രാഫിക്കല്ലേ എൻ്റെ ജോലി? അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്ത്. നീ മനഃപൂർവ്വം ചെയ്ത തന്നെ. അങ്ങനെ പറയല കളിയാ. ആ, ഞാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മര്യാദയ്ക്ക് ആ ലോസ് ഓഫ് എടുത്തിരുന്നാൽ മതിയായിരുന്നു. അത്ര രൂപ പോളായിരുന്നു. ഇതിപ്പോൾ ആ പൈസ പോയി, ലീവ് പോയി, എൻ്റെ ശമ്പളം പോയി, ആശുപത്രി ചിലവായി. എത്ര രൂപ? 10 രൂപയില്ലോ. 10,000 രൂപ പോയില്ലേ? അപ്പം മറ്റേ 5000? എന്റെ ശമ്പളം 5000 രൂപ. Alien versus Alien.